ഹായ് സൂപ്പർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് കൊറേ വിശേഷങ്ങളും കൊറേ കാര്യങ്ങളായിട്ട് കൊറേ ആയി വരാതിരുന്നിട്ടില്ലേ. കുറെ മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ കുറെ തിരക്കുകളായിരുന്നു. അതിന്റെ പരിപാടികളായിട്ട് കുറെ നാള് തന്നെ പറയാല്ലേ, കുറെ നാളായി വീഡിയോ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കുന്നു കൂട്ടി കിടന്നേക്കല്ലേ. എന്താ വെച്ചാ മടി ഓൾറെഡി മടി ഉണ്ടായിരുന്നു. അതൊരു വേറെ ഒന്നല്ല, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോകൾ ചിലത് ഡൗൺലോഡ് ആവാൻ ഫോണിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ MB നിറയുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഡൗൺലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് മെയിൻ ആയിട്ട് വീഡിയോ കുറഞ്ഞത്. പിന്നെ അതൊരു കാരണം. പിന്നെ നമ്മുടെ കുഞ്ഞാവിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. അവന് പനി, ഫസ്റ്റ് കാലൊടിഞ്ഞു. അത് കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ആൾക്ക് കണ്ണിക്കേട് വന്നു. കണ്ണിക്കേട് ഒന്ന് മാറി സെറ്റായി വന്നപ്പോഴേക്കും പനി പിടിച്ചു. അങ്ങനെ ആള് സ്കൂളിൽ പോവാതെ ആയിട്ട് എന്റെ 1.5 മാസമായി. അവന്റെ വയ്യായ ഏകദേശം മാറിയ വഴിക്ക് തന്നെ ഉണ്ണിമോൾക്ക് കണ്ണുകേട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണിമോള് ഇന്നലെ സ്കൂളിൽ പോയി. ഇന്നിപ്പോ പോയിട്ട് 11 മണി ആകുമ്പോഴേക്ക് എക്സാം എഴുതിയിട്ട് വേഗം വന്നു. കണ്ണടൊക്കെ വെച്ച് സെറ്റായിട്ടാണ് ആള് പോയത്. അപ്പൊ അവളുടെ സ്കൂളിൽ തന്നെ വേറെ 2 കുട്ടികൾക്ക് കൂടി കണ്ണുകേടുണ്ട്. അവര് കണ്ണട വെച്ചിട്ടാണ് കൊടുത്തു പോകുമ്പോ കണ്ണട വയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അവരും കൂടി കണ്ണട വെച്ച് കണ്ടപ്പോൾ ഹാപ്പിയായി. വരിവരിയായിട്ട് ഇപ്പൊ എല്ലാവർക്കും പിള്ളേർക്കും ഒരു എല്ലാവർക്കും ഉണ്ട് തോന്നുന്നു. ഇപ്പൊ നമ്മളിന്ന് വരാനുള്ള കാരണം മെയിൻ ആയിട്ടൊരു കാരണം കേട്ടോ, അവരോട് പറയാന്ന് വെച്ചാൽ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഊട്ടിക്ക് പോവാ. ഞങ്ങക്ക് ഊട്ടി കണ്ടുപോകാൻ ഡേറ്റിലാണ്. ഊട്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാ എന്റെ അമ്മയും അച്ഛനും ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മൊത്തം ഫാമിലി, അതായത് ഞാന്, അച്ചു, ഉണ്ണിയോള്. അച്ഛനെ കൊണ്ടുപോകണം വിചാരിച്ച ആള് പിന്നെ ഇതിലെ കൊണ്ടുപോകാതെ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉണ്ണിമോള് മെയിനായിട്ട് വരില്ല കുതിരയിൽ. അപ്പൊ ഉണ്ണിമോളെ നമുക്ക് കുതിരയിൽ കയറി കഴിച്ച് ഉണ്ണിമോളെ തിരിച്ചു വിടാം. 26-ാം തീയതി ഡിസംബർ 26-ാം തീയതി ക്രിസ്മസിന്റെ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ ഞങ്ങൾ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയും അവരൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം യാത്ര പോവാ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് ഭയങ്കര. പിന്നെ ഇതുവരെ അമ്മ ഊട്ടിക്കൊന്നും പോയിട്ടില്ല. പിന്നെ കുറെ ടൂറുകൾ ഞങ്ങൾ അമ്മേനെ അവരനൊക്കെ ഉണ്ട്. ഇനി എല്ലാ ടൂർ എല്ലാ ആഴ്ചയും കേട്ടോ, എല്ലാ മാസവും എല്ലാ മാസവും ഓരോ ചെറിയ ചെറിയ ടൂറുകളാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഇനി പോകാനുള്ള പരിപാടികളാണ്. അപ്പൊ ഇനി പരമാവധി വീഡിയോകളായിട്ട് തന്നെ വരണമെന്ന് വിചാരിക്കണം. എല്ലാ പ്രാവശ്യം എന്താ വെച്ചാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത്. ഒരു ഉദാഹരണത്തിന് കുഞ്ഞാവിടെ പരീക്ഷ തുടങ്ങിയിട്ട് ശരിക്കും 3 പരീക്ഷയുടെ മിസ്സായി, അവൻ എഴുതിയിട്ടില്ല. ഇപ്പൊ ഇന്ന് ഒരു 1.5 മാസത്തിന് ശേഷം എന്ന് പറയാം. ഞങ്ങളെയൊക്കെ കാണുമ്പോ മനസ്സിലാവുണ്ട് ഞങ്ങൾക്കൊക്കെ ക്ഷീണം വെച്ച് എന്നെ കാണുമ്പോ മനസ്സിലായില്ലേ ഇവരെ. എനിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വയ്യായികളൊക്കെ മാറി വരുന്നു. പിന്നെ ഞങ്ങളുടെ ടൂർ കഴിഞ്ഞിട്ട് അടുത്ത വയ്യായികളായിട്ട്. സത്യമാണ്, അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ അവിടെ നല്ല തണുവെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും ഡിസംബറിൽ ഏകദേശം നല്ല തണുവുള്ള സീസണാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെല്ലണേ. നമ്മള് സാധാരണ ഇതുവരെ നമ്മൾ ഡിസംബറിൽ പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഡിസംബറിൽ പോണേ. തണവ് കൂടിയിട്ട് ഇനി വയ്യാതെ ആവുമെന്ന്. മറ്റേ മിഥുനത്തിൽ എല്ലാരും കൂടി ഊട്ടിക്ക് കൊണ്ടുപോയ അമ്മയും അച്ഛനൊക്കെ ശ്വാസം മുട്ട അങ്ങനെ എന്തെങ്കിലും വയ്യാതെ. കുട്ടികൾക്കൊന്നും പക്ഷെ ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. അവര് ഒരുവിധം തണുവൊന്നും അവർക്ക് വിഷയമല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ കൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പരമാവധി വീഡിയോകളായിട്ട് ഇനി വരുന്നത്, വീണ്ടും വേർപ്പിക്കാനായിട്ട് വരുന്നതായിരിക്കും. അതെ, അപ്പൊ ഓക്കെ, ബൈ.